Write this problem. Find the equation of the ellipse whose vertices are plus or minus 13, 0 and foci are plus or minus 5, 0. We have to find equation of ellipse. Vertices are plus or minus 13, 0. Foci are given by plus or minus 5, 0. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫോക്കൈ ഇരിക്കുന്നത് എക്സ് ആക്സിസിന്റെ മുകളിലാണ്. ഫോക്കയുടെ ഇവിടെ ഫോക്കൈ ഇരിക്കുന്നത് പ്ലസ് ഓർ മൈനസ് 5, 0. ഫോക്കൈ ഇരിക്കുന്നത് എക്സ് ആക്സിസിന്റെ മുകളിലാണ്. അതായത് നമ്മുടെ എലിപ്സ് ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എഴുതണം. എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. എക്സ് സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ വലുതായിരിക്കും. ഇതാണ് നമ്മുടെ എലിപ്സിന്റെ ഇക്വേഷൻ. നമ്മൾ എലിപ്സിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എലിപ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ എയും ബിയും കിട്ടിയാൽ മതി. എയും ബിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എലിപ്സിന്റെ ഇക്വേഷൻ ആയി. അതിന് വേർട്ടിസസ് തന്നിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. Vertices equal to plus or minus a0, that is equal to plus or minus 13, 0. Now this implies a is equal to 13. A യുടെ വാല്യൂ കിട്ടി. Foci equal to plus or minus c0, that is equal to plus or minus 5, 0. So what is c? C is equal to 5. Now write a relationship between ABC. A square equal to b square plus c square. നമ്മൾ bയും കൂടി കണ്ടുപിടിച്ചാൽ മതി. Now from this equation b square equal to a square minus c square. A is 13, a square is 169, c is 5, c square is 25. 169 minus 25 is 144. b square കിട്ടിയാൽ മതി. b കണ്ടുപിടിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. b 12 ആണ്. So equation of ellipse is x square divided by a square is 169 plus y square divided by b square is 144 equal to 1. Now next one, find the equation of the ellipse whose length of major axis is 20 and foci are 0 plus or minus 5. ഇപ്പോൾ ഫോക്കൈ ഇരിക്കുന്നത് y ആക്സിസിന്റെ മുകളിലാണ്. അപ്പോൾ നമ്മുടെ എലിപ്സ് ഇതുപോലെ ആയിരിക്കുക. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് എലിപ്സ് ആണ്. ഫോക്കൈ ഇരിക്കുന്നത് y ആക്സിസിന്റെ മുകളിൽ. സോ ഇക്വേഷൻ ഇസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. വൈ സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ നമ്മൾ എ സ്ക്വയർ എടുക്കണം. എ ഇസ് ഗ്രേറ്റർ ദാൻ ബി. വൈ സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ വലുതായിരിക്കും. സെക്കൻഡ് ടൈപ്പ് എലിപ്സ് ആണ്. ഇനി തന്നിരിക്കുന്ന കാര്യങ്ങൾ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് is 2a which is equal to 20. This implies a is equal to 10. Then given foci equal to 0 plus or minus c. ആ ഫോമുല തന്നെ എഴുതണം. 0 plus or minus 5 ആണ്. So 0 plus or minus c. This implies c is equal to 5. അപ്പോൾ എയും സിയും കിട്ടി. Now relationship between ABC is a square equal to b square plus c square. This implies b square equal to a square minus c square. A square is 100, c square is 25. So 75. A is 10, a square 100. C is 5, c square is 25. 100 minus 25 is 75. So equation of ellipse is x square divided by b square, that is 75, plus y square divided by a square is 100 equal to 1. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിട്ട് എഴുതണം. നമ്മൾ അറിയാണ്ട് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ എന്ന് എഴുതി പോകും. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ തെറ്റാകും. കാരണം ഇത് സെക്കൻഡ് ടൈപ്പ് എലിപ്സ് ആണ്. ശ്രദ്ധിച്ച് ചെയ്യണം. രണ്ട് കാര്യങ്ങൾ ഓർക്കാനല്ലോ. ഫസ്റ്റ് ടൈപ്പും സെക്കൻഡ് ടൈപ്പും. ഫസ്റ്റ് ടൈപ്പിൽ എക്സ് സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ വലുതായിരിക്കും. സെക്കൻഡ് ടൈപ്പിൽ വൈ സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ വലുതാണ്. വൈ സ്ക്വയർ ബൈ 100 ആണ്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സസൈസ് 11.3 കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചും കൂടി പ്രോബ്ലംസ് ഇനി നമുക്ക് ബാക്കിയുണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പ് വന്നത് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോവിങ് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കൈ, vertices, length of major axis, length of minor axis, eccentricity, length of latus rectum of following ellipse. അതിൽ ഞാൻ ഹോംവർക്ക് തന്ന രണ്ട് പ്രോബ്ലംസ് ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസർ ഇപ്പോൾ പറയാം. നിങ്ങൾ ചെയ്ത പ്രോബ്ലം ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് വൺ എക്സ് സ്ക്വയർ ബൈ 49 പ്ലസ് വൈ സ്ക്വയർ ബൈ 36 ഈക്വൽ ടു 1. ഇത് ഫിഫ്ത്ത് പ്രോബ്ലം ആണ്. അത് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. Now standard equation is x square by a square plus y square by b square equal to 1. വലുത് 49 ആണ്. അതിനെ a square ആയിട്ട് എടുക്കണം. ഓക്കെ, 36 ചെറുതാണ്. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ അതിനെ b square ആയിട്ട് എടുക്കണം. a square equal to 49, a is equal to 7, b square equal to 36, b is equal to 6. Now we have to find c. a square equal to b square plus c square.
This implies c square equal to a square minus b square, that is equal to 49 minus 36, which is equal to 49, 13, alle? 13. So c is equal to root 13. c is equal to root 13. Ellipse എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്. മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ്, എക്സ് സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ വലുതായതുകൊണ്ട് ഈ ടൈപ്പ് ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്. അതിന്റെ ഫിഗർ സൈഡിൽ വരച്ചു വെച്ചേക്കണം. നമുക്ക് കിട്ടിയത് വാല്യൂസ് a7, b6, c root 13. Coordinates of foci plus or minus c0, that is equal to plus or minus root 13, 0. A is equal to 7, B is equal to 6, C is equal to root 30. Now coordinates of vertices plus or minus A0, that is equal to plus or minus 7, 0. Length of major axis 2A, 2 into 7, which is equal to 14. Length of minor axis 2B, 2 into 6, which is equal to 12. Eccentricity E equal to C by A, which is equal to root 13 divided by 7. Length of lateral rectum 2b square by a. ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്, കാരണം b സ്ക്വയർ ഉണ്ട്, 36 ആണ് മുകളിൽ വരുന്നത്, a7. ഓക്കെ, 72 ഡിവൈഡ് ബൈ 7. ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്ക് ആയിട്ട് തന്ന പ്രോബ്ലം ആണ്. ഇതിന്റെയും ആൻസർ ഒന്ന് ചെക്ക് ചെയ്യണം. നൗ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ ആണ്, കാരണം ഇവിടെ 100ഉം ഇവിടെ 400 ആണ്. y square divided by a square equal to 1. 400 വലുതാണ്, അതിനെ നമ്മൾ a square ആയിട്ട് എടുക്കണം. ഏതാണോ വലുത് അത് a is greater than b. അപ്പോൾ ഇവിടെ a square y squareന്റെ താഴെയാണ് വരുന്നത്. സോ b square equal to 100, b is equal to 10, a square equal to 400, a is equal to 20. Now c കണ്ടുപിടിക്കണം. We have a square equal to b square plus c square. This implies c square equal to a square minus b square. That is 400, sorry, is 400 minus 100. A square minus b square is 400 minus 100, which is equal to 300. So c is equal to root of 300. That is root of 3 into 100. 100 in the root 10 ആണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിന് ഇങ്ങനെ എഴുതിയാൽ മതി. 10 into 10 ആണ് 100. ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ 10 വരും, 10 root 3 എന്ന് വരും. c is equal to 10 root 3. അപ്പോൾ നമ്മുടെ a is 20, b is 10, c is equal to 10 root 3. ഗ്രാഫ് ഇതുപോലെ ഉണ്ടാകും. സൈഡിൽ ഒരു ഗ്രാഫും കൂടി വരച്ച് വെച്ചേക്കണം. മേജർ ആക്സിസ് അലോങ് y ആക്സിസ്. a is equal to 20, b is equal to 10, c is equal to 10 root 3. c is 10 root 3. Coordinates of foci 0 plus or minus c, that's equal to 0 plus or minus 10 root 3. Coordinates of vertices 0 plus or minus a, that is equal to 0 plus or minus 20. Now major axis 2a, 2 into 20 equal to 40. Minor axis 2b, that is 2 into 10 equal to 20. Eccentricity e equal to c by a. എന്താ ആൻസർ കിട്ടിയത് എല്ലാവർക്കും? ഡിവൈഡ് ബൈ 20, 10 ക്യാൻസൽ ചെയ്ത് പോകും, റൂട്ട് 3/2. കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണേ. 2b square by a, 2 into 100 ഡിവൈഡ് ബൈ 20. ഓക്കെ, അപ്പോൾ എന്താ വരുന്നത്? 2 ക്യാൻസൽ ചെയ്യാം, ഒരു 10 ക്യാൻസൽ ചെയ്യാം, 10 എന്ന് വരും. 6ന് ശേഷമുള്ള പ്രോബ്ലംസ് 6 മുതൽ, അതായത് 7 മുതൽ 11 വരെയുള്ള പ്രോബ്ലംസ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. ഇനി നമ്മൾ 12 മുതലുള്ള പ്രോബ്ലംസ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. We have to find equation of ellipse whose vertices are given by plus or minus 60, foci are given by plus or minus 40. എലിപ്സിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഫോക്കൈ നോക്കാം. ഫോക്കൈ ഇരിക്കുന്നത് എക്സ് ആക്സിസിന്റെ മുകളിലാണ്. ഇപ്പോൾ നമ്മുടെ എലിപ്സ് ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്. അതിന്റെ ഗ്രാഫ് ഒന്ന് സൈഡിൽ വരച്ചു വെച്ചേക്കണം. ഇക്വേഷൻ ഓഫ് എലിപ്സ് is x square divided by a square plus y square divided by b square equal to 1. x സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ വലുതായിരിക്കും, കാരണം ഫോക്കൈ വരുന്നത് എക്സ് ആക്സിസിന്റെ മുകളിൽ, മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ്. ഗിവൻ vertices equal to plus or minus a0, that is equal to plus or minus 60. So what is a? A is equal to 6. Foci equal to plus or minus c0, that is equal to plus or minus 40. This implies c is equal to 4. c is equal to 4.
Now relationship between ABC, a square equal to b square plus c square. This implies b square equal to a square minus c square. A square is 36. Then b square is, a square, a is 6, a square is 36, c is 4, c square is 16. 36 minus 16 is 20. b square equal to 20. So equation of ellipsis, ഇതാണ് നമ്മുടെ equation. X square divided by a square is 36 plus y square divided by b square is 20 equal to 1. X square by 36 plus y square by 20 equal to 1. Now next one, ends of major axis plus or minus 3, 0. Ends of minor axis 0 plus or minus 2. Major axis inde end points തന്നിട്ടുണ്ട്, minor axis inde end points തന്നിട്ടുണ്ട്. നമ്മൾ എലിപ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ മേജർ ആക്സിസ് ഇരിക്കുന്നത് ഏത് ആക്സിസിന്റെ മുകളിലാണ്? നമുക്ക് ഈ പോയിന്റ്സ് തരും. എക്സ് ആക്സിസിന്റെ മുകളിലാണ് മേജർ ആക്സിസ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ എലിപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്. അങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. മേജർ ആക്സിസ് ഇരിക്കുന്നത് എക്സ് ആക്സിസിന്റെ മുകളിൽ. സോ എലിപ്സ് ഇസ് ഫസ്റ്റ് ടൈപ്പ് എലിപ്സ്. എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. എക്സ് സ്ക്വയറിന്റെ ഡിനോമിനേറ്റർ വലുതായിരിക്കും. ഓക്കെ, ഇനി മേജർ ആക്സിസിന്റെ എൻ പോയിന്റ്സ് എന്ന് പറയുന്നത് എൻ പോയിന്റ്സ് ഓഫ് മേജർ ആക്സിസ്, endpoints of major axis equal to plus or minus a0. ഇതാണ് നമ്മുടെ സെന്റർ. ഇവിടെ നമ്മുടെ ബിയും എയും ആണ്. ഇതാണ് വേർട്ടിസസ്. എ ബി ആണ് നമ്മുടെ മേജർ ആക്സിസ്. അതിന്റെ മൊത്തം ലെങ്ത് 2a ആണ്. ഈ ഒറിജിൻ നിന്നും ബിയിലേക്കുള്ള ഈ ലെങ്ത് എ ആണ്. ബി എന്ന് പറയുന്നത് a0 ആണ്, എ എന്ന് പറയുന്നത് മൈനസ് a0 ആണ്. സോ എൻ പോയിന്റ്സ് ഓഫ് മേജർ ആക്സിസ് ഇസ് a0 and minus a0 or plus or minus a0. അതുപോലെ തന്നെ ഈ ലെങ്ത് നമ്മൾ എടുക്കുന്നത് ബി ആണ്. ഈ എൻ പോയിന്റ്സ് സിയും ഡിയും ആണ്. മൈനർ ആക്സിസിന്റെ എൻ പോയിന്റ്സ് സിയും ഡിയും ആണ്. സി is 0b and d is the point 0 minus b. Okay. So endpoints of major axis plus or minus a0, given it as plus or minus 3, 0. So a is equal to 3. Now endpoints of minor axis equal to 0 plus or minus b, that is equal to 0 plus or minus 2. So b is equal to 2. അപ്പോൾ a യും കിട്ടി, b യും കിട്ടി. Now equation of ellipse നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. x square by a square plus y square by b square equal to 1. That is x square divided by a square. A square is 9. Okay, x square divided by 9 plus y square divided by b square. B square is 4 equal to 1. So this is the answer. X square by 9 plus y square by 4 equal to 1. വളരെ ഈസി ആണ്. മേജർ ആക്സിസിന്റെയും മൈനർ ആക്സിസിന്റെയും എൻ പോയിന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എയും ബിയും കിട്ടി. അപ്പോൾ എ സ്ക്വയറും ബി സ്ക്വയറും എഴുതി കഴിഞ്ഞാൽ ആൻസർ ആയി. ഓക്കെ, വളരെ ഈസി ആയ ഒരു പ്രോബ്ലം ആണിത്. Now next one, endpoints of major axis 0 plus or minus root 5. Endpoints of minor axis plus or minus 1, 0. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മേജർ ആക്സിസ് ഇരിക്കുന്നത് y ആക്സിസിന്റെ മുകളിലാണ്. സോ സെക്കൻഡ് ടൈപ്പ് എലിപ്സ് ആണ്. ഇതാണ് നമ്മുടെ എലിപ്സ്. അതിന്റെ ഇക്വേഷൻ എഴുതണം. ഇക്വേഷൻ ഓഫ് എലിപ്സ് ഇസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. മേജർ ആക്സിസ് അലോങ് y ആക്സിസ്. ഓക്കെ, y ആക്സിസിലാണ് മേജർ ആക്സിസിന്റെ എൻ പോയിന്റ്സ് ഇരിക്കുന്നത്. സോ സെക്കൻഡ് ടൈപ്പ് ആണ്. നൗ എൻ പോയിന്റ്സ് ഓഫ് മേജർ ആക്സിസ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മേജർ ആക്സിസ് നമ്മുടെ ഇത് ഒറിജിൻ ആണ്. ഇത് ബിയും എയും ബിയും ആണ്. ഒറിജിൻ നിന്നും ബിയിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് എ ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് 0 എ എന്ന് പറഞ്ഞ പോയിന്റും എ എന്ന് പറയുന്നത് 0 മൈനസ് എ എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. എൻ പോയിന്റ്സ് ഓഫ് മേജർ ആക്സിസ് 0 പ്ലസ് ഓർ മൈനസ് എ വരും. അതുപോലെ ഈ പോയിന്റ്സ് സിയും ഡിയും ആണ്. മൈനർ ആക്സിസിന്റെ എൻ പോയിന്റ്സ് ആണ്. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഈ ലെങ്ത് ബി ആണ് ലെങ്ത്. അപ്പൊ സി എന്ന് പറയുന്നത് B0ഉം ഡി എന്ന് പറയുന്നത് മൈനസ് B0. അങ്ങനെയാണ് എൻ പോയിന്റ്സ്, മൈനർ ആക്സിസിന്റെ എൻ പോയിന്റ്സ് വരുന്നത്.
N points of major axis 0 plus or minus a. A ആണ് എപ്പോഴും വലുത്. അപ്പോൾ നമ്മൾ ആ വലിയ വാല്യൂനെ എപ്പോഴും a ആയിട്ട് തന്നെ എടുക്കണം. A is equal to root 5. Now n points of minor axis. N points of minor axis equal to plus or minus b0. That is equal to plus or minus 1 0. So b is equal to 1. So equation of ellipse nammalode already ezhidittunde. X square divided by b square. B square is 1 square, that is 1, plus y square divided by a square. A is root 5, a square is 5, equal to 1. So x square by 1 plus y square by 5 is equal to 1. Length of major axis 26, foci plus or minus 50. Okay, major axis length തന്നിട്ടുണ്ട് 2a തന്നിട്ടുണ്ട്, പിന്നെ ഫോക്കൈ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് സിയും കിട്ടും, എയും കിട്ടും, സിയും കിട്ടും, ബിയും കൂടി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോക്കൈ ഇരിക്കുന്നത് എക്സ് ആക്സിസിന്റെ മുകളിലാണ്. ഫോക്കൈ ഇരിക്കുന്നത് എക്സ് ആക്സിസിന്റെ മുകളിലാണ്. സോ ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്. ഇതാണ് നമ്മുടെ എലിപ്സ്. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എലിപ്സിന്റെ ഇക്വേഷൻ അങ്ങ് എഴുതി വെച്ചേക്കാം. എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്, കാരണം ഫോക്കൈ ഇരിക്കുന്നത് എക്സ് ആക്സിസിന്റെ മുകളിൽ. നൗ ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, given length of major axis equal to 2a, that is equal to 26. So a is equal to 26 divided by 2, which is 13. Now foci are plus or minus c0, that is equal to plus or minus 5 0. This implies c is equal to 5. Now relationship between ABC, a square equal to b square plus c square. നമ്മൾ ഇനി ബിയും കൂടി കണ്ടുപിടിച്ചാൽ മതി. സോ ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ. എ is 13, a square is 169, c is 5, c square is 25. Subtract ഇവിടെ 169 minus 25 equal to 144. So b square is 144, b is 12. So equation of ellipse is x square divided by a square. A is 13, a square is 169, plus y square divided by b square is 144, equal to 1. Now next one, length of minor axis 16, foci 0 plus or minus 6. ഇപ്പോൾ ഫോക്കൈ ഇരിക്കുന്നത് y ആക്സിസിന്റെ മുകളിലാണ്. ഫോക്കൈ ഇരിക്കുന്നത് y ആക്സിസിന്റെ മുകളിലാണ്. സോ സെക്കൻഡ് ടൈപ്പ് ഓഫ് എലിപ്സ് ആണ്. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് എലിപ്സ് ആണ്. അതിന്റെ ഇക്വേഷൻ വരുന്നത് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. given length of minor axis, ശ്രദ്ധിച്ച് നോക്കണേ, ശ്രദ്ധിച്ചിട്ട് വായിക്കണം പ്രോബ്ലം. മൈനർ ആക്സിസിന്റെ ലെങ്ത് 2b ആണ്, that is 16. So b is equal to 8. Now foci 0 plus or minus c, which is equal to 0 plus or minus 6. This implies c is equal to 6. Now relationship between ABC, a square equal to b square plus c square. A ആണ് നമുക്ക് അറിയാത്തത്. b is 8, b square is 64, c is 6, c square is 36, 64 plus 36 is 100. So a square equal to 100, a is equal to 10. So equation of ellipse is x square divided by b square is 64, plus y square divided by a square is 100, equal to 1. Now 17th one, foci plus or minus 30, a is equal to 4. ഇപ്പോൾ ഫോക്കൈ തന്നാൽ നമുക്ക് സി കിട്ടി. ഇപ്പോൾ ഇവിടെ എയും ഉണ്ട്, ഇനി ബിയും കൂടി കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോക്കൈ ഇരിക്കുന്നത് എക്സ് ആക്സിസിന്റെ മുകളിലാണ്. ഫോക്കൈ ഇരിക്കുന്നത് എക്സ് ആക്സിസിന്റെ മുകളിലാണ്. സോ ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്. എലിപ്സിന്റെ ചെറുതായിട്ടൊരു ഫിഗർ സൈഡിൽ അങ്ങ് വരച്ച് വെച്ചേക്കണം. ഇക്വേഷൻ ഓഫ് എലിപ്സ് ഇസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. Foci, given foci equal to plus or minus c0, that is equal to plus or minus 30. So c is equal to 3. And given a direct തന്നിട്ടുണ്ട്, a4 direct തന്നിട്ടുണ്ട്. Now relationship between ABC, a square equal to b square plus c square. b ആണ് നമുക്കിനി അറിയാത്തത്. b square equal to a square minus c square. 16 minus 9, which is equal to 7. b square is 7. So equation is x square divided by a square. A is 4, a square is 16,
plus y square divided by b square. b square ന്റെ വാല്യൂ 7 ആണ്. 7 equal to 1. ഓക്കെ, ബി സ്ക്വയർ 7 ആണേ. ശ്രദ്ധിച്ചിട്ട് എഴുതണം. ചിലപ്പോൾ എന്താകും 49 എന്ന് എഴുതും ചിലപ്പോൾ നമ്മൾ ഓർമ്മയില്ലാണ്ട്. 7ന് പകരം 7ന്റെ സ്ക്വയർ അങ്ങ് എഴുതി പോകും. അല്ല, അങ്ങനെ അല്ല എഴുതേണ്ടത്. ബി സ്ക്വയറിന്റെ വാല്യൂ 7 ആണ്. ബി ഞാനിവിടെ കണ്ടുപിടിച്ചിട്ടില്ല. ബി √7 ആണ്. ഓക്കെ, നമുക്ക് ബി സ്ക്വയർ മതിയല്ലോ. സോ വൈ സ്ക്വയർ ബൈ 7 ആണ് വരുന്നത്. എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ 7 ഈക്വൽ ടു 1. ഇതാണ് ഇക്വേഷൻ. Now next one, b is equal to 3, c is equal to 4. Center at the origin, foci on x-axis. അപ്പോൾ തന്നിട്ടുണ്ട് foci on x-axis. അപ്പോൾ ഏതാണ് നമ്മുടെ എലിപ്സ്? ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്. മേജർ ആക്സിസ് along x-axis. ഫോക്കൈ ഓൺ എക്സ് ആക്സിസ് എന്ന് പ്രത്യേകം തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ബിയും സിയും മാത്രം തന്നാൽ നമുക്ക് എലിപ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റൂല. ബിയും സിയും മാത്രം തന്നാൽ പോരാ, നമുക്ക് ഫോക്കൈ എവിടെ ഉണ്ടെന്നും കൂടി അറിയണം. ഫസ്റ്റ് ടൈപ്പ് ആണോ സെക്കൻഡ് ടൈപ്പ് ആണോ നമുക്ക് വ്യക്തമാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ എക്സ്ട്രാ തന്നിരിക്കുന്നത്. ഫോക്കൈ ഓൺ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ കൂടി തന്നിട്ടുണ്ട്. ഫോക്കൈ ഓൺ എക്സ് ആക്സിസ്, സോ മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ്, ഇക്വേഷൻ ഇസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ plus y square divided by b square equal to 1. Given b is equal to 3, c is equal to 4, aയും കൂടി കണ്ടുപിടിച്ചാൽ മതി. Relationship is a square equal to b square plus c square. b square is 9, c square is 16, so 25. So equation of ellipse is x square divided by 25. a square ആണ് 25. So x square by 25 plus y square divided by b square is 9 equal to 1. Now next one, center at 0, 0, major axis on the y-axis passes through the points 3, 2 and 1, 6. Okay, very കുറച്ച് ഡിഫറെൻ്റ് ആയ ഒരു പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലം ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കണം. സെന്റർ അറ്റ് 0, 0, മേജർ ആക്സിസ് ഓൺ y-axis. അപ്പോൾ നമ്മുടെ എലിപ്സ് ഇതാണ്. മേജർ ആക്സിസ് അലോങ് y-axis. So our ellipse is second type ellipse. x square divided by b square plus y square divided by a square equal to 1. ഇതാണ് നമ്മുടെ എലിപ്സ്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഈ എലിപ്സിന്റെ മുകളിലത്തെ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. നമ്മുടെ എലിപ്സ് ഇങ്ങനെ ഉണ്ടാകും. അതിന്റെ മുകളിൽ വരുന്ന 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. 3, 2 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, പിന്നെ 1, 6 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. റഫ് ഫിഗർ ആണ്, കറക്റ്റ് പോയിന്റ്സ് ഒന്നുമല്ല, ജസ്റ്റ് ഞാൻ എടുത്തേ ഉള്ളൂ. ഈ എലിപ്സിന്റെ മുകളിൽ 2 പോയിന്റ്സ് ഉണ്ട്, 3, 2ഉം 1, 6ഉം. Now this 3, 2 is a point on ellipse. So this point satisfies the equation of ellipse. So put x equal to 3 and y equal to 2 in equation 1. ആ ഇക്വേഷൻ്റെ അകത്ത് x equal to 3, y equal to 2. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. When x is equal to 3, we get 3 square, 9 by b square plus y is 2, 4 by a square equal to 1. Let it be equation number 2. Now 1, 6. Given that 1, 6 is a point on the ellipse. So this 1, 6 satisfies equation of ellipse. So put x equal to 1 and y equal to 6 in equation 1. In equation 1. ഈ equation 1 ellipse ന്റെ equation അകത്ത് x equal to 1, y equal to 6 എന്ന് കൊടുക്കണം. When x is 1, 1 square is 1, 1 by b square plus y is 6, y square is 36, 36 by a square equal to 1. അപ്പോൾ നമുക്കിവിടെ 2 ഇക്വേഷൻസ് കിട്ടി. ഞാൻ അതിനെ ഈ സൈഡിൽ ഒന്നും കൂടി എഴുതാൻ പോവാണ്. 9 by b square plus 4 by a square equal to 1. പിന്നെ 1 by b square plus 36 divided by a square equal to 1. ഈ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് a സ്ക്വയറിൻ്റെയും b സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. a സ്ക്വയറിൻ്റെയും b സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എലിപ്സിൻ്റെ ഇക്വേഷൻ കിട്ടും. ഇപ്പോൾ ഇവിടെ 1 by a square 1 by b square ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഈസി മെത്തഡ് എന്ത് വെച്ചാൽ 1 by a സ്ക്വയറിനെ എക്സ് ആയിട്ട് എടുക്കണം, 1 by b സ്ക്വയറിനെ y ആയിട്ട് എടുക്കണം. ടേക്ക് 1 by a സ്ക്വയർ ഈക്വൽ ടു എക്സ്, 1 by b സ്ക്വയർ ഈക്വൽ ടു y. ഇവിടെ 9 into 1 by b സ്ക്വയർ ആണ്. അതിനെ 9 into 1 by b സ്ക്വയറിന് പകരം y എന്ന് എടുക്കാം. 4 into 1 by a സ്ക്വയർ, 1 by a സ്ക്വയർക്ക് 1 by a സ്ക്വയറിന് പകരം എക്സ് എന്ന് എഴുതണം. 4x ഈക്വൽ ടു 1. 1 by b സ്ക്വയർ ഉള്ള സ്ഥലത്ത് y എന്ന് എഴുതണം. 1 by a സ്ക്വയറിന് പകരം എക്സ് എന്ന് എഴുതണം. 36x ഈക്വൽ ടു 1 എന്ന് കിട്ടും.
ഈ ഇക്വേഷനെ നമുക്ക് 4ഉം 5 എന്നും വിളിക്കാം. ഓക്കെ, 1 2 3 നമ്മൾ നേരത്തെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ കിട്ടിയ ഇക്വേഷനെ 4 5 എന്നായിട്ട് എടുക്കാം. ഇനി ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെ വെച്ചാൽ ഈ ഇക്വേഷനിൽ കോയിഫിഷ്യന്റ് സെയിം ആക്കി മാറ്റണം. എക്സ് അല്ലെങ്കിൽ വൈയുടെ കോയിഫിഷ്യൻസ് സെയിം ആക്കി മാറ്റണം. നമുക്കിപ്പോൾ എക്സിന്റെ കോയിഫിഷ്യൻസ് സെയിം ആക്കി മാറ്റണം, അതാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കാം. നമുക്കിപ്പോൾ എക്സിന്റെ കോയിഫിഷ്യന്റ് സെയിം ആക്കാം. അപ്പോൾ ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് 4 ആണ്, ഇവിടെ 36 ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 9 ചെയ്താൽ, ഫസ്റ്റ് ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇവിടുത്തെ 4, ഇക്വേഷൻ 4 ഇൻറ്റു 9 ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് ഇവിടെ ചെയ്യാൻ പോവാണേ. ഇക്വേഷൻ 4 ഇൻറ്റു 9, 9 ഇൻറ്റു 9 is 81, 81 4 into 9 is 36, 36x equal to 9 എന്ന് കിട്ടും. ഇക്വേഷൻ 4 into 9 ചെയ്യണം. 9 into 9 is 81, 81y, 9 into 4 is 36, 36x, 1 into 9 is 9. അതിൻ്റെ താഴെ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതാം, y plus 36x equal to 1. രണ്ടാമത്തെ വെച്ചാൽ 5, ഈ ഇക്വേഷൻ 5നെ ഇതിൻ്റെ താഴെ അങ്ങനെ തന്നെ എഴുതി, ഒന്നും ചെയ്യാണ്ട് എഴുതി. അത് രണ്ടും മൈനസ് ചെയ്യാം. 81y minus y is 80y. 36x, 36x അത് ക്യാൻസൽ ചെയ്ത് പോകും. 9 minus 1 is 8. So y is equal to 8 divided by 80. 8 ക്യാൻസൽ ചെയ്ത് പോകും, 1/10 എന്ന് കിട്ടും. 8 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ 1/10 എന്ന് കിട്ടും. y is equal to 80, y is equal to 8, y is equal to 8/80. 8 ക്യാൻസൽ ചെയ്യുമ്പോൾ 1/10 എന്ന് കിട്ടും. ഇനി നമുക്ക് x കണ്ടുപിടിക്കണം. x കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഇക്വേഷൻ 4 എടുക്കാം. ഫ്രം ഇക്വേഷൻ 4 4x is equal to 1 minus 9y. ഓക്കെ, ഈ 9y അപ്പുറത്തേക്ക് എടുത്തു. 4x equal to 1 minus 9y, that is 1 minus 9 into y is 1/10. 9/10 എന്ന് വരും. yയുടെ വാല്യൂ 1/10 ആണ്. 9 into 1/10 എന്ന് പറയുമ്പോൾ 9/10. That is 10 minus 9 divided by 10, which is equal to 1/10. 10 minus 9 is 1. 10 minus 9/10, that is 1/10. So 4x is equal to 1/10. x is equal to 1 divided by, ഇവിടെ 4x ആണ്. 4x 1/10 ആണ്. അപ്പോൾ 4 ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിലേക്ക് പോകും. 10 into 4 is 40. So x is equal to 1/40. yയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 1/10 ആണ്. എക്സിന്റെ വാല്യൂ കിട്ടിയത് 1/40 ആണ്. y is equal to 1/10, x is equal to 1/40. നമ്മൾ 1/a² x ആയിട്ട് എടുത്തത്. 1/a² equal to x. This implies 1/a² equal to 1/40. This implies a² equal to 40. a² is 40. ഓക്കെ, നമ്മൾ എടുത്തത് 1/b² നമ്മൾ y ആയിട്ട് എടുത്തു. സോ 1/b² equal to y is 1/10. This implies b is equal to 10. b². This implies b² equal to 10. Now equation of ellipse is x² divided by b² plus y² divided by a² equal to 1. That is x² divided by 10 plus y² divided by 40 equal to 1. ഓക്കെ, ഇതൊന്ന് ചെയ്ത് പഠിക്കണേ. ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് പഠിക്കണം കേട്ടോ. അതേപോലത്തെ വേറൊരു പ്രോബ്ലം കൂടി ചെയ്യാം. അതേ ടൈപ്പ് ഇനിയൊരു പ്രോബ്ലം കൂടി. ഇത് ലാസ്റ്റ് പ്രോബ്ലം ആണ്, എക്സസൈസിലെ ലാസ്റ്റ് പ്രോബ്ലം ആണ്. മേജർ ആക്സിസ് ഓൺ ദ എക്സ് ആക്സിസ് passes through the points 4 3 and 6 2. മേജർ ആക്സിസ് along x ആക്സിസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്. എലിപ്സിന്റെ ഇക്വേഷൻ x² divided by a² y² divided by b², x² by a² plus y² by b² equal to 1. Take it as equation 1. Given that 4 3 and 6 2 are points on this ellipse. 4 3 is a point on this ellipse. So put x equal to 4, y equal to 3 in equation 1. This implies 4 square 16 divided by a². 3 square is 9. 9 by b² equal to 1. Now 6 2 is a point on given ellipse. So put x equal to 6. Y equal to 2 in equation 1. 6 square is 36. 36 divided by a².
y square is 4. 4 by b square equal to 1. പിന്നെ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 by a സ്ക്വയറിന് പകരം x എന്ന് എടുക്കണം, 1 by b സ്ക്വയറിന് പകരം y എന്ന് എടുക്കണം. ഇങ്ങനെ എടുത്ത് സോൾവ് ചെയ്യാൻ നമുക്ക് ഈസിയാണ്. അപ്പോൾ ഫസ്റ്റ് ഈ ഇക്വേഷൻ വരുന്നത് 1 by a സ്ക്വയർ ഉള്ളത് x ആയിട്ട് വരും. 1 by b സ്ക്വയറിന് പകരം 1 by b സ്ക്വയറിന് പകരം y എഴുതണം. So 16x plus 9y equal to 1. Now second equation 36x plus 4y equal to 1. Okay, 1 by a square x ആയിട്ട് എടുക്കാം, 1 by b സ്ക്വയറിനെ y ആയിട്ട് എടുക്കാം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ ഈസിയാണ്. ഈ ഇക്വേഷൻസിനെ 2 3 ആയിട്ട് എടുക്കാം. ഇനി നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് സെയിം ആക്കണം, അല്ലെങ്കിൽ വൈയുടെ കോയിഫിഷ്യൻറ്റ് സെയിം ആക്കണം. നമുക്കിപ്പോൾ വൈയുടെ കോയിഫിഷ്യൻറ്റ് സെയിം ആക്കാം. അപ്പോൾ ഇവിടെ 9 ആണ്, ഇവിടെ 4 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 4 ചെയ്യണം, സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു 9 ചെയ്യണം. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു 4 ചെയ്യണം, തേർഡ് ഇക്വേഷൻ ഇൻറ്റു 9 ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. 4നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഈ 9 കൊണ്ട് മൂന്നാമത്തെ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യണം. സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു 4, 16 ഇൻറ്റു 4 64x, 9 ഇൻറ്റു 4 is 36y, 1 ഇൻറ്റു 4 is 4. ഈ സെക്കൻഡ് ഇക്വേഷനെ ഇൻറ്റു 4 ചെയ്തു. 16 ഇൻറ്റു 4 64x, 9 ഇൻറ്റു 4 is 36, 36y, 1 ഇൻറ്റു 4 is 4. രണ്ടാമത്തെ ഇക്വേഷൻ തേർഡ് ഇക്വേഷനെ ഇക്വേഷൻ 3നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 36 ഇൻറ്റു 9 വരും, 36 ഇൻറ്റു 9 324x, 4 ഇൻറ്റു 9 is 36y ഈക്വൽ ടു 1 ഇൻറ്റു 9 is 9. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് മൈനസ് ചെയ്യുമ്പോൾ വലിയ ഇക്വേഷൻ മുകളിൽ എഴുതാം. ഇപ്പോൾ കിട്ടിയ ഇക്വേഷനിൽ വലിയ ഇക്വേഷനെ നമുക്ക് മുകളിലേക്ക് എഴുതാം, ചെറുതിനെ താഴെ എഴുതിയിട്ട് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂസ് തന്നെ കിട്ടും. ഓക്കെ, 4 4 ആദ്യത്തെ ഈ ടേംസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 6 2 260x, ഇവിടെ 0 വരും, 5 എന്ന് വരും. So x is equal to 5 divided by 260, 52, 1 by 52. x is equal to 1 by 52 എന്ന് കിട്ടി. x is equal to 1 by 52. ഇതിൽ എന്തെങ്കിലും സംശയം ചോദിച്ചോളണേ. ഇനി നമുക്ക് വൈയും കൂടി കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഈ സെക്കൻഡ് ഇക്വേഷൻ ഉപയോഗിക്കാം. 9y equal to 1 minus 16x. 9y equal to 1 minus 16x. That is 1 minus 16 into x. x is 1 by 52. 16 divided by 52. 16 divided by 52. ഇവിടെ നമുക്ക് 4 ക്യാൻസൽ ചെയ്യാം. 1 മൈനസ് 4 ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 4 വരും, ഇവിടെ 1 12 3. 1 മൈനസ് 4 by 13. 16ലും 52ലും 4 കോമൺ ആണ്, 4 ക്യാൻസൽ ചെയ്യണം. 4 ഇൻറ്റു 4 16 ആണ്, അതുകൊണ്ട് 4 വരും. 4 കൊണ്ട് 52നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 13 വരും. Now this is equal to 13 minus 4 divided by 13, which is equal to 9 divided by 13. Okay, സംശയം ഉണ്ടോ? So 9y equal to 9 by 13. 9y ആണ് നമ്മുടെ കണ്ടുപിടിച്ചത്. 9y equal to 9 by 13. 9y equal to 9 by 13. y is equal to 9 by 13. ഈ 9 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഡിനോമിനേറ്ററിലേക്ക് പോകും, 9 9 ക്യാൻസൽ ചെയ്ത് പോകും, 1 by 30 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 1 by 52 ആണ് കിട്ടിയത്, വൈയുടെ വാല്യൂ 1 by 13 ആണ് കിട്ടിയത്. എക്സ് എന്ന് വെച്ചാൽ 1 by a സ്ക്വയർ ആണ്. 1 by a സ്ക്വയർ ഈക്വൽ ടു 1 by 52. സോ a സ്ക്വയർ ഈക്വൽ ടു 52. വൈ എന്ന് വെച്ചാൽ 1 by b സ്ക്വയർ ആണ്. 1 by b സ്ക്വയർ ഈക്വൽ ടു 1 by 13. സോ b സ്ക്വയർ ഇസ് ഈക്വൽ ടു 13. നമ്മുടെ എലിപ്സ് ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആയിരുന്നു. x square by a square plus y square by b square equal to 1. So equation is x square divided by 52 plus y square divided by 13 equal to 1. അപ്പോൾ നമ്മൾ എക്സസൈസ് 11.3 എല്ലാ പ്രോബ്ലംസും ചെയ്തു. ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പ്രാക്ടീസ് ചെയ്യണേ. ഈ അവസാനത്തെ 2 പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കണം, എന്നാൽ മാത്രം നിങ്ങളെ മനസ്സിൽ നിൽക്കും. ഓക്കെ, ആദ്യത്തെ പ്രോബ്ലംസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Coordinates of foci, vertices, length of major axis, length of minor axis, eccentricity, length of lateral rectum. ആ ടൈപ്പ് പ്രോബ്ലംസ് സാധാരണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന, എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന പ്രോബ്ലംസ് ആണ്. അത് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം.
ബാക്കി പ്രോബ്ലംസും എല്ലാം ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കണം. ഈ ചാപ്റ്ററിന് ഫുൾ മാർക്ക് നേടാൻ പറ്റും. വളരെ ഈസിയാണ് ചാപ്റ്റർ.